അപ്പോൾ അങ്ങനെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം ഇന്ന് ഡള്ളായിരുന്നു. കാരണം എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ ഇപ്പുറത്തെ ഒരാളുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? ചേച്ചി എന്തോ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. പറയൂ. ഇതിപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു എപ്പിസോഡ് കൊണ്ട് കഴിഞ്ഞാൽ എലിമിനേഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. 3 എപ്പിസോഡ്. ഇന്ന് 2ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇനി മണിച്ചേട്ടൻ വരുമോ? എന്താണ് അവസ്ഥ ഒന്ന് പറയാൻ പോകുന്നത്? അതെ, കഞ്ഞി തിളച്ചല്ലോ. അതെ, രാത്രി കഞ്ഞിയും ചമ്മന്തിയായിരിക്കും. എന്താണ് വിഭവങ്ങൾ കഞ്ഞിയുടെ കൂടെ? വിഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് താറാവ് കറി. കഞ്ഞിയുടെ കൂടെ താറാവ്. ചാലക്കുടിയിൽ മാത്രമല്ല. അതെ, സാധാരണ കോഴി മാത്രമേ ഉണ്ടാവാറുള്ളൂ. കഞ്ഞിയും ചമ്മന്തിയും പയറും അല്ലേ? അതന്നെ ഏറ്റവും നല്ലത്. ഇത് നടക്കി കൊടുത്തറ നിങ്ങൾ തിളയ്ക്കുന്നു കേട്ടോ. എവിടെ ഇതാ? ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു വരവ്? അല്ല, ഒന്നുമില്ല. ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ സ്ഥലമല്ലേ, അതുകൊണ്ട് ഞങ്ങളിടയ്ക്ക് വരുന്നല്ലോ. മാത്രമല്ല, ഇത്തവണ മണിമേളത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടൊരു ചില്ലറ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. മണി ഇങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളല്ല. പറയൂ. ഞാൻ സോമൻ നല്ല കുക്കാണ് കേട്ടോ. തിരുവനന്തപുരത്ത് വന്ന് സോമൻ നല്ല 1-ാം തരം ചിക്കൻ കറി ഉണ്ടാക്കും, നല്ല പെറോട്ട ഉണ്ടാക്കും, ചപ്പാത്തി ഉണ്ടാക്കും. അല്ല, ഒന്നുമില്ല. നല്ല അത് നല്ല ഗംഭീരമായിട്ട് പാചകം ചെയ്യും. സോമന് നന്നായിട്ട് അറിയാം. അന്നും കൈരളിന്റെ എപ്പിസോഡ് നമ്മൾ മൊത്തം കറികൾ വെച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിനും തന്നെ ഒരുപാട് പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ കൊണ്ട് കള്ള് ഷാപ്പിൽ വന്ന് കള്ളു കുടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ടായല്ലോ. പക്ഷെ അതൊന്നല്ല, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ എല്ലാത്തിനും ഉണ്ടാവും. തീർച്ചയായിട്ടും ഷോ നന്നാവുമ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും. അത് കള്ള് ഷാപ്പിലല്ലെന്നും അത് മദ്യപാനം അല്ലെന്നുള്ള കാര്യം മണി പറഞ്ഞു, ആളുകൾ പറഞ്ഞു. എന്നെ ഒത്തിരി ആളുകൾ വിളിച്ചു. കൈരളിൻ്റെ ഓഫീസിലേക്ക് ഒട്ടേറെ ആളുകൾ വിളിച്ചു. ഡയറക്ടർ പ്രോഗ്രാമിനെ ഒട്ടേറെ ആളുകൾ വിളിച്ചാണ്. നമ്മൾ അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഈ ഷോ മൊത്തം കണ്ടിട്ടില്ല, മൊത്തം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കള്ള് ഷാപ്പിലല്ല, അതൊരു ഷോയുടെ ഭാഗമായി നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ്. പേര് മോഹൻ എന്നാണെങ്കിലും ഞാൻ വിളിക്കുന്നത് ഏട്ടായി എന്നാണ്. സത്യല്ലേ? അതെ അതെ, ഏട്ടായി എന്നാണ് വിളിക്കുന്നത്. ഇതും ഇദ്ദേഹങ്ങളും എൻ്റെ സ്വന്തം ചേട്ടൻ്റെ പോലെയാണ്. കൈരളി ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ചാനലാണ്. എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ചാനലാണ്. പക്ഷെ ആ കുട്ടികളെ ഔട്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം വന്നു. ആ പ്രോഗ്രാമിൻ്റെ കറക്റ്റാണ് പറഞ്ഞത്. ആ പ്രോഗ്രാമിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത് ആണല്ലോ. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ പേരാണ്. അപ്പോൾ അത് നിങ്ങളില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഈ പിള്ളേർ പറഞ്ഞത് കറക്റ്റാണ്. പിള്ളേർ മാത്രമല്ല, ചാനലിൻ്റെ സൈഡിൽ നിന്നായാലും. പക്ഷേ എനിക്ക് ചാനലിൻ്റെ സൈഡിൽ നിന്ന് ഒരു സെൻറ്റൻസ് പറയാം. എന്ത് പറഞ്ഞാലും ഒരു അൾട്ടിമേറ്റ്ലി ഇതൊരു മത്സരമാണ് അല്ലേ? തീർച്ചയായിട്ടും. അവിടെ ആൾക്കാർ വിജയിക്കാം, തോൽക്കാം. പക്ഷെ അതൊന്നും വിജയവും തോൽവിയൊന്നും അവരുടെ ഇൻഡിവിജ്വൽ ഇതല്ല. പക്ഷേ ആ ഒരാൾ വിജയിക്കാനും ഒരാൾ തോൽക്കാനും കാണാൻ വേണ്ടി അല്ല നമ്മൾ ആ പ്രോഗ്രാം തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ ആ പ്രോഗ്രാമിൽ ഒരേപോലെ ആൾക്കാർക്ക് ക്ലൂ കൊടുക്കുന്നുണ്ട്. അതെ അതെ, ഇഷ്ടം പോലെ സഹായിക്കുന്നു. പാട്ട് പാടാൻ വേണ്ടിയിട്ട് എത്രയോ കാര്യങ്ങൾ. നമുക്ക് പറയാനുള്ളത് അതിനെ ആ സ്പിരിറ്റോട് കൂടി എടുക്കണം എന്നാണ്. അത്രേ ഉള്ളൂ. മണിച്ചേട്ടൻ ചാനലുമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നാളെ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം അറിയാനായിട്ട് സാധിക്കും. ഓക്കെ.